എന്താ പറയുക, നമ്മുടെ മെത്രാന്മാരുടെ അറിവില്ലായ്മ കൂടി വെളിപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ 1962 മെത്രാന്മാരെല്ലാവരും 2000-ലധികം മെത്രാന്മാർ വത്തിക്കാനിൽ ചെല്ലുകയാണ്. മുൻപൊന്നും അങ്ങനെ വത്തിക്കാൻ അങ്ങനെ പോകാൻ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ മെത്രാന്മാർക്ക്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ ജനങ്ങൾക്ക് അഭ്യൂഹ കുർബാന ചൊല്ലുന്നുവെന്ന് മെത്രാന്മാർക്ക് തോന്നി. അവിടുത്തെ ഈ ഒരു കുന്ന് നിരപ്പാക്കിയിട്ടാണ് വത്തിക്കാൻ ഈ സെന്റ് പീറ്റേഴ്സ് പള്ളി പണിതത്. അവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് മാർപ്പാപ്പെങ്കിലും കിഴക്കോട്ട് നോക്കി നിൽക്കാൻ, പ്രത്യേകിച്ചും ഈ പത്രോസിലേക്കായി അടക്കിയിരിക്കുന്ന കബറിടത്തിന് മുകളിൽ നേരെ മുകളിൽ ഒരു അൾത്താരയുണ്ട്. ആ അൾത്താരയുടെ മുകളിൽ നിന്ന് മാർപ്പാപ്പ മാത്രം കുർബാന ചൊല്ലൂ. ആ അൾത്താരയിൽ വേറെ ആരും കുർബാന ചൊല്ലില്ല, മാർപ്പാപ്പ മാത്രമാണ്. കാരണം പത്രോസിന്റെ കബറിടത്തിന് മുകളിലാണ് ആ അൾത്താര. അവിടെ നിന്നുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കിഴക്കോട്ട് നോക്കണമെങ്കിൽ ജനങ്ങളുടെ അപ്പുറത്തുനിന്ന് നോക്കാൻ പറ്റൂ. അപ്പൊ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ജനാഭ്യൂഹമാണ്. അത് ഭൂമിശാസ്ത്രപരമായി ഘടന കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാ. പക്ഷെ പോയ മെത്രാന്മാർ എന്താ വിചാരിച്ചെന്നറിയോ? ഇതാണ് വത്തിക്കാൻ കൊണ്ടുവരാൻ